കേരള രാഷ്ട്രീയത്തിലെ വേറിട്ട പാർട്ടിയാണ് CPI. അങ്ങനെ പറയാൻ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ ഒരു കാരണം ആ പാർട്ടിയുടെ നേതൃനിര തന്നെയാണ്. മറ്റൊന്ന്, ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന പാർട്ടി എന്നാണ് CPIയെ നമ്മൾ വിശേഷിപ്പിക്കുക. ഈ വിശേഷണങ്ങളൊക്കെയാണ് CPIയെ വേറിട്ട് നിർത്തുന്നതും. കേരള രാഷ്ട്രീയത്തിൽ ചെറുതാണെങ്കിലും ഇന്നും CPIയുടെ ശബ്ദത്തിനു വേണ്ടി നാട് കാതോർക്കാറുണ്ട്. ഇടതുപക്ഷത്ത് എന്തു വ്യതിയാനം വന്നാലും CPI നേതാക്കൾ എന്തു പറയുന്നു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കാറുള്ളത്. അത്തരത്തിലുള്ള പ്രാധാന്യം പാർട്ടിക്ക് അതിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ കേരളം നൽകിയിട്ടുമുണ്ട്. നേതാക്കൾ എന്നും ജനപക്ഷത്ത് ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ആ ബഹുമാനം എന്നും കേരള ജനത CPI നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. കണ്ണൂരിലും അതിശക്തമായി CPI പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ആ പാർട്ടിയുടെ പ്രവർത്തനം ഒന്നുകൂടി ശക്തിപ്പെടുത്താനും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ CPIയുടെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും CP സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുക്കുന്നതിലേക്ക് എത്തിയത്. പാർട്ടി എന്നതിനപ്പുറം CPI നേതാക്കൾക്ക് മറ്റൊരു ചിന്തയുമില്ല. അഴിമതി എന്ന വിഷയം വരുമ്പോഴൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു പാർട്ടിയാണ് CPI. ഇത്രയും കാലം ഭരണത്തിൽ ഇരുന്നിട്ടും ഒരു ചീത്തപ്പേരും ആ നേതാക്കളോ പാർട്ടിയോ ഇതുവരെ കേൾപ്പിച്ചിട്ടുമില്ല. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് CPIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാറാണ്. CP സന്തോഷ് കുമാർ എല്ലാവരോടും വളരെ വിനയത്തോടുകൂടി മാത്രമേ ഇടപഴകാറുള്ളൂ. ഏവരും അദ്ദേഹത്തെ ആ രീതിയിൽ മാത്രമേ നോക്കിക്കാണാറുമുള്ളൂ. CPI നേതാക്കൾ എന്തൊക്കെ സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉള്ള ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് CP സന്തോഷ് കുമാറിനെ വീണ്ടും പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം CP സന്തോഷ് കുമാർ. CPIയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ സ്വാഭാവികമായും വിമർശനങ്ങളുണ്ടാകും, സ്വയം വിമർശനങ്ങളുണ്ടാകും. ഇതൊക്കെ ചേർന്ന ഒരു സംവിധാനമാണല്ലോ ജില്ലാ സമ്മേളനം. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് സമ്മേളനം എങ്ങനെയാണ് വിലയിരുത്തിയത്? തൃപ്തികരമാണോ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം? സംസ്ഥാന സർക്കാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ് LDF സർക്കാർ എന്നുള്ളത് തന്നെയാണ് CPIയുടെ അഭിപ്രായം. CPIയുടെ സമ്മേളനങ്ങളിൽ, ജില്ലാ സമ്മേളനം മാത്രമല്ല, ജനുവരി മാസം മുതൽ ആരംഭിച്ച 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇങ്ങോട്ട് ആ ഒരു നിലപാട് തന്നെയാണ് CPIയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ചർച്ചകളും അതാണ് പ്രതിഫലിച്ചത്. പക്ഷേ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ നിന്ന് കേരളം ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ അർത്ഥത്തിൽ കുറച്ചുകൂടി ലഭിക്കേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. ആ അഭിപ്രായങ്ങളാണ് ചർച്ചകളായി സമ്മേളനങ്ങളിൽ പ്രതിഫലിച്ചത്. ഈ CPIയുടെ റിപ്പോർട്ടിലൊക്കെ ഈ പല വിമർശനങ്ങളും അത് സ്വാഭാവികമാണ്. ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊരു വിമർശനം എന്നുള്ള രീതിയിൽ നമ്മളും കാണുന്നില്ല. സ്വാഭാവികമായും സമ്മേളനങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സർക്കാരിൻ്റെ മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നു. അതിൽ CPI മന്ത്രിമാർ, കഴിഞ്ഞ കാലങ്ങളിലെ CPI മന്ത്രിമാർക്ക് കിട്ടിയ അത്ര ഒരു ബഹുമതി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മികവ് പോരാ എന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചതായി കാണുന്നുണ്ട്. CPI മന്ത്രിമാർ ഏത് രീതിയിലാണ് പരാജയമായി വരുന്നത്? ഞങ്ങളുടെ പാർട്ടി അങ്ങനെ CPIയുടെ മന്ത്രിമാർ, അതുപോലെ തന്നെ LDFിലെ മറ്റിതര മന്ത്രിമാർ പരാജയമാണ് എന്നുള്ള നിലയിൽ വിലയിരുത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് സാമ്പത്തികമായി ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ
ഈ ഗവൺമെൻറ്റിൻ്റെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ആക്കം കൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും ഒരു ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് പ്രതിഫലിക്കും. ആ അർത്ഥത്തിൽ അത് ചിലപ്പോൾ ചർച്ചയിലൂടെ വളർന്നു വരുമ്പോൾ, ജനങ്ങളുടെ പ്രതിഷേധമായി വളർന്നു വരുമ്പോൾ, ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ പോരായ്മയായിട്ട് കൂടി ചർച്ച ചെയ്യപ്പെടാം. സ്വാഭാവികമായും ഞങ്ങളുടെ പാർട്ടി തുടർച്ചയായി ആവശ്യപ്പെട്ടു പോരുന്ന, സർക്കാരിനോട് പറയുന്ന, LDFൽ പറയുന്ന ഒരു കാര്യം പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് ഈ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാനുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത്. അത് അവരുടെ ബഡ്ജറ്റ് അവതരണത്തിലും നമുക്ക് പ്രകടമാണ്. കേരളത്തെ അവഗണിക്കുന്നു. കക്ഷിരാഷ്ട്രീയത്തിനതീതമായി കേരളം അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള സംഖ്യ വിനിയോഗിച്ചുകൊണ്ട് ചെലവാക്കപ്പെടുമ്പോൾ അതിന് പ്രയോറിറ്റി നൽകണം എന്നുള്ളതാണ് CPIയുടെ അഭിപ്രായം. ഇപ്പോഴും ആ അഭിപ്രായം തന്നെയാണ് CPIക്കുള്ളത്. ആ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിൽ വന്ന കാലതാമസം. അതിൽ മറ്റൊരു കാര്യം, നമ്മുടെ മാവേലി സ്റ്റോറുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാവേലി സ്റ്റോറുകളിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലാത്തത്. അപ്പോൾ ഈ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഈ മായി പരിഗണിക്കേണ്ട കാര്യങ്ങളിൽ അതിലൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണോ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ? പ്രയോറിറ്റിയുടെ കാര്യത്തിൽ സ്വാഭാവികമായും ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ബാധിക്കുന്ന ക്ഷേമ പെൻഷനുകൾ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി 1980 മുതൽ ആരംഭിച്ചിട്ടുള്ള മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം, ആ സംവിധാനം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസപ്രദമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി ആ മേഖലയെ ബാധിക്കുന്നുണ്ട്. ആ ബാധിക്കുന്നതിനുള്ള ഒരു കാരണം LDF തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം 13 ഇനം സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും പൊതുമാർക്കറ്റിലും കമ്പോളങ്ങളിലും ഉൾപ്പെടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ വിലക്ക് വാങ്ങി സപ്ലൈകോ സംവിധാനത്തിലൂടെ അത് താഴോട്ട് വിതരണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയാണ് ഒരു പ്രതിസന്ധിക്ക് പ്രത്യേകിച്ച് കാരണം. ഈ അടുത്ത കാലത്ത് ചെറിയൊരു വിലവർധനവുണ്ടാക്കാൻ വകുപ്പും അതുപോലെ ഗവൺമെൻറ്റും തയ്യാറായിട്ടുണ്ട്. പക്ഷേ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ആ നിലയിൽ തന്നെ അനുവദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അനുവദിക്കുമ്പോഴും കുറച്ചുകൂടി പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ള ഒരു പൊതു ചർച്ച മുന്നണിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി അത് പരിഹരിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിൽ 18 മാസത്തോളമുള്ള കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു എന്ന് LDF ആക്ഷേപിക്കുന്നുണ്ട്. അതിൽ നിന്നും മാറി ഒരു രീതിയിലേക്ക്, അതായത് ക്ഷേമ പെൻഷൻ മാസാമാസം ഇല്ലെങ്കിൽ കൂടി കൊടുത്തു തീർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് CPIയുടെ കൂടി ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി സംഭവിച്ചു എന്ന് തന്നെയാണോ? സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ജനങ്ങളോട് ബാധ്യതയുള്ള, അനുകമ്പയുള്ള ഒരു മുന്നണിയാണ്. ആ അർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പ്രയാസമെന്ന് ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തിലെ കുടിശ്ശികയാക്കിയ ആ ക്ഷേമ പെൻഷൻ അത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 1600-ലെത്തി. LDFൻ്റെ പ്രകടന പത്രിക 2500 വരെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് വാഗ്ദാനം. സാമ്പത്തിക പ്രതിസന്ധിയാണ് അത്തരമൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും LDF ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു സർക്കാർ, ഒരു മുന്നണി ഭരണ സംവിധാനമാണ്. ആ അർത്ഥത്തിൽ വരുമ്പോൾ വിവിധ പാർട്ടികൾ ചേർന്നുള്ള ഒരു മുന്നണി, അതിൻ്റെ ഭരണ സംവിധാനം, ആ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൽ പോരായ്മ ഉണ്ടാവാം. പക്ഷേ കൂട്ടായി അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇപ്പോൾ 62 ലക്ഷത്തോളം പേർക്ക് ഈ ക്ഷേമ പെൻഷൻ്റെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഇതെത്തുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ആ അർത്ഥത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സാമ്പത്തിക പരിമിതിയാണ് ഈ സർക്കാരിനെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കുന്നത്. ഈ ഒന്നാം പിണറായി സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയുമാണ് എപ്പോഴും താരതമ്യം ചെയ്യുന്നത്. ഒന്നാം പിണറായി സർക്കാർ, അതിൻ്റെ മന്ത്രിമാർ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിലാണ് തുടർ ഭരണത്തിലേക്ക് LDF പോയത്.
ആ ഒന്നാം പിണറായി സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും തുലനം ചെയ്യുമ്പോഴാണ് വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത്. അത് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒറ്റ ഘടകത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന പ്രശ്നങ്ങളാണോ? നയപരമായ ചില വ്യതിയാനങ്ങൾ മുന്നണിക്ക് CPM-നൊക്കെ ഉണ്ടായി എന്നുള്ളൊരു വിമർശനം CPI-ക്കുണ്ടോ? ഒന്നാം പിണറായി സർക്കാർ മെച്ചപ്പെട്ടതായിരുന്നു, രണ്ടാം പിണറായി സർക്കാർ അത്ര പോരാ എന്നുള്ള ഒരു പൊതു ചർച്ച പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, ആ UDF നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മാവേലി സ്റ്റോറിൽ വിലക്കയറ്റം രൂക്ഷമായിരുന്നു. ആശുപത്രികളിൽ മരുന്നില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തൊഴിലില്ലായ്മ ഏറെ രൂക്ഷകരമായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്കൂൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെടുന്നതിനെതിരെയുള്ള വമ്പിച്ച പ്രക്ഷോഭം കേരളത്തിൽ വളർന്നു വന്നിരുന്നു. ആ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അസംതൃപ്തരായ ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായിരുന്നു. ആ സന്ദർഭത്തിൽ പ്രളയവും അതുപോലെ മറ്റ് ദുരിതങ്ങളും ഒക്കെ വന്നപ്പോഴും ജനങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തി ഇച്ഛാശക്തിയോടുകൂടി ആ ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുണ്ട്. അന്ന് ജനങ്ങൾ തുലനം ചെയ്യുമ്പോൾ UDF LDF തുലനം ചെയ്യുമ്പോൾ എത്രയോ ക്ലേശകരമായ ദുരിതപൂർണമായ വിലക്കയറ്റ രൂക്ഷമായ അന്തരീക്ഷത്തിൽ നിന്ന് LDF-ൻ്റെ ആ ഭരണ സംവിധാനം തുലനം ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ആശ്വാസമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു തുടർച്ച വന്നപ്പോൾ ജനങ്ങൾ LDF-ൽ നിന്ന് കുറേ പ്രതീക്ഷിക്കുന്നു, കൂടുതൽ മുന്നോട്ട് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് മുന്നോട്ട് പോയില്ല എന്നുള്ള ആ ഒരു വിമർശനമാണ് ഇപ്പോഴും ജനങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് UDF-ൽ നിന്നും വ്യത്യസ്തമാണ് LDF. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ രാഷ്ട്രീയമായി കേരളത്തിലെ ഗവൺമെൻറ്റിനോട് അവർക്കിഷ്ടമില്ല എങ്കിൽ പോലും പല കാര്യങ്ങളിലും ഒന്നാമനാണ് എന്ന് പറയാൻ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ അവർ നിർബന്ധിതമാകുന്നുണ്ട്. ഈ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തമാണ്. ഉമ്മൻചാണ്ടി കാലത്ത് അടച്ചുപൂട്ടപ്പെടാൻ തീരുമാനിക്കപ്പെട്ട പല സ്കൂളുകളും വളരെ സജീവമായിട്ടുണ്ട്. പല മേഖലകളിലൂടെ ഫണ്ട് സമാഹരണത്തിലൂടെ എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ, ദേശീയപാത ഉൾപ്പെടെ ജനങ്ങളുടെ ഈ കേരളത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. തനത് ഫണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ചില നികുതികൾ വർദ്ധിപ്പിച്ചപ്പോൾ ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും തനത് ഫണ്ട് വർധനവിലൂടെ തന്നെ കാശ് കണ്ടെത്തിക്കൊണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിലും ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. കിഫ്ബി പോലുള്ള സംവിധാനത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വായ്പ എടുക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മുന്നിൽ ഈ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. കേരളം പ്രളയത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പശ്ചാത്തലത്തിലുണ്ടായപ്പോൾ 700 കോടി രൂപ ഈ സംസ്ഥാനത്തിന് വിദേശ ഗൾഫ് മേഖലകളിൽ നിന്ന് സഹായ വാഗ്ദാനം ഉണ്ടായപ്പോൾ അത് വാങ്ങുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിൽ ദുരിതമുണ്ടായപ്പോൾ ആ സർക്കാരിന് അത് വാങ്ങുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഇതൊരു രാഷ്ട്രീയമുണ്ട്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ മുൻതൂക്കം കൊടുക്കുന്ന ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇന്ത്യക്ക് മാതൃകയാണ്. രാഷ്ട്രീയമായി BJP സംഘപരിവാർ ശക്തികൾക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിനും ഇഷ്ടമുള്ള കാര്യമല്ല. ആ രാഷ്ട്രീയം കാണാതിരുന്നുകൂടാ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 1957 ലോകത്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്, അത് CPI-യുടെ നേതൃത്വത്തിലുള്ള സഖാവ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ വികസന പാത, ആ ഗവൺമെൻറ് മുന്നോട്ട് വച്ച ഐശ്വര്യപൂർണമായ കേരള സൃഷ്ടിക്ക് വേണ്ടിയെന്ന ആ മുദ്രാവാക്യം കേരളം അന്ന് ഏറ്റെടുത്തു. അന്ന് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ചുമതലയിലുണ്ടായിരുന്ന സഖാവ് MN ഗോവിന്ദൻ നായർ, അദ്ദേഹം പറഞ്ഞ ഒരു മുദ്രാവാക്യം ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും എന്നായിരുന്നു. അന്ന് MN അത് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നില്ല. അദ്ദേഹം അന്ന് ഈ കേരളത്തിന് മുമ്പാകെ വെച്ച ആ മുദ്രാവാക്യം കേരളത്തിലെ ജമ്മി നാടുവാഴിത്തത്തിനെതിരെയുള്ള അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെയുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും
നിരവധിയായ കർഷക സമരങ്ങൾ, ജനമുന്നേറ്റങ്ങൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇടത്തരക്കാർ ഒരുപാട് ആളുകൾ ആ ഭരണ സംവിധാനത്തിനെതിരെയുള്ള വികാരം ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർത്തപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് ഈ ജന്മിനാടുവാഴിത്തത്തിനെതിരെയുള്ള ദുരിതപൂർണമായ കേരളത്തിലെ അന്തരീക്ഷത്തിനെതിരെയുള്ള പ്രതിഷേധം വളർന്നു വന്ന ആ ജനസമൂഹമാകെ അതിൻ്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഭരിക്കും എന്നായിരുന്നു അന്ന് എം പറഞ്ഞത്. അങ്ങനെ ഭരണത്തിൽ വന്നു. 60 സീറ്റിൽ അരിവാൾ കതിർ അടയാളത്തിൽ CPI എന്നുള്ള നിലയിൽ 5 സീറ്റിൽ സ്വതന്ത്രന്മാരായി അന്ന് 57 ഗവൺമെൻറ് ലോകത്തിന് മാതൃകയായി അധികാരത്തിൽ വന്നിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് ഈ കേരളം അനുഭവിച്ചു പോരുന്ന ഇന്നത്തെ ഈ വികസന മുന്നേറ്റത്തിൻ്റെ കാതൽ എന്നുള്ളതാണ് കേരളത്തിൻ്റെ അനുഭവം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരാണ്. ഇടതുപക്ഷ മനസ്സുകൾ ഏറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്ന മനസ്സുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടെ വർഗീയത ഉദ്ദേശിക്കുന്നത് പോലെ ആ അർത്ഥത്തിൽ വർഗീയത ആളിക്കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. അത് RSS സംഘപരിവാറായിരുന്നാലും മുസ്ലിം തീവ്രവാദ വർഗീയ സംഘടനകളായിരുന്നാലും ഏത് വർഗീയതയ്ക്കെതിരെയും ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു മതേതര മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഈ കേരളത്തിൻ്റെ മുന്നിൽ ഉയർന്നു വരും. അങ്ങനെ ഉയർന്നു വരാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും നിരവധിയായ സമര പോരാട്ടങ്ങളും കാരണമായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കാണാതിരുന്നുകൂടാ. നമ്മൾ ഈ തുലനത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ആകെ തകർന്നു കിടക്കുന്ന ഒരു കേരളത്തെ ഒന്നാം പിണറായി സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്നു. രണ്ടാം പിണറായി സർക്കാരിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, സ്കൂളായാലും ആശുപത്രികളായാലും എല്ലാം സജ്ജമായി കഴിഞ്ഞു. കിഫ്ബി അതിൽ നിർണായക പങ്കും വഹിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനം നേരിടുന്ന 2 വകുപ്പുകൾ, അത് ഒന്ന് വിദ്യാഭ്യാസമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും നമ്പർ 1 എന്ന് നമ്മളെല്ലാവരും പുകഴ്ത്തിയിരുന്ന ഈ 2 വകുപ്പുകൾ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ വിമർശന വിധേയമാവുകയാണ്. ഈ 2 വകുപ്പുകൾക്ക് എന്തെങ്കിലും പിശക് പറ്റി എന്ന് പാർട്ടി കരുതുന്നുണ്ടോ? ഒന്ന്, എല്ലാ മേഖലകളിലും ഈ പുതിയ കാലഘട്ടത്തിൽ മുന്നേറണമെങ്കിൽ സമ്പത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനനുസൃതമായി സാമ്പത്തിക സ്രോതസ്സ് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കുകയും തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്വാഭാവികമായും ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്ന ചർച്ചകൾ, അതിൻ്റെ റിസൾട്ടുകൾ, അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പോരായ്മകൾ കണ്ടെത്തണം, തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടണം. പക്ഷേ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് UDFിൽ നിന്നും വ്യത്യസ്തമാണ് LDF. ഇന്ത്യക്ക് മാതൃകയാണ് ഈ ഗവൺമെൻറ് എന്നുള്ളതാണ്. ഈ നിങ്ങളുടെ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ തന്നെ ഒരു ഭാഗം ഈ വിമർശനങ്ങളെ ഇടത് വിരുദ്ധമെന്നും വികസന വിരോധികളെന്നും മുദ്ര കുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം, അത് ഇടത് സമീപനമല്ല എന്ന് പറയുന്നതായി കണ്ടു. അത്തരം കാര്യങ്ങൾ അത് പ്രസക്തമായ ഒരു കാര്യമല്ലേ? വിമർശിക്കുന്നവരെല്ലാം ഇടത് വിരുദ്ധർ, വികസന വിരുദ്ധർ, അത് ശരിയായ നിലപാടല്ല എന്ന് തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത്? വിമർശിക്കുന്നത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. സ്വയം വിമർശനവും ആവശ്യമാണ്. സ്വാഭാവികമായും വിമർശിക്കുന്നതെല്ലാം വിരുദ്ധന്മാരാണ് എന്നുള്ള അഭിപ്രായം CPIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ കണ്ണൂരിലേക്ക് വന്നാൽ, കണ്ണൂരിൽ ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ പൂർണ്ണമായും അത് ഇല്ലാതായി എന്ന അഭിപ്രായം CPIക്ക് ഇല്ല. അതിനൊപ്പം തന്നെയാണ് ഈ മയക്കുമരുന്ന് ലോബികളുടെ ഒരു പ്രവർത്തനം. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ എന്താണവർ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള അവരുടെ പ്രവർത്തനം. അതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം അത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി പാർട്ടി നടത്തുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? സ്വാഭാവികമായും കഴിഞ്ഞ ജില്ലാ സമ്മേളനം, 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ ജില്ലാ സമ്മേളനം ഏറ്റെടുത്തൊരു ക്യാമ്പയിൻ മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെയുള്ള ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ ജില്ലയിലുടനീളം നിരവധി കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചപ്പോൾ CPI മാത്രമല്ല, സമൂഹത്തിലെ വ്യത്യസ്തരായ ഒരുപാട് ആളുകൾ അതിൽ പങ്കുചേർന്നിട്ടുണ്ട്.
അതിൽ പോലീസ് ഓഫീസർമാരും എക്സൈസ് ഓഫീസർമാരും അധ്യാപകരും ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളും ആ ക്യാമ്പയിനുകളിൽ പങ്കാളികളായി. കേരളത്തിലെ ഗവൺമെൻറ്റും അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയുണ്ടായി. ഇപ്പോൾ അങ്ങേയറ്റം ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. സ്വാഭാവികമായും അതൊരു പാർട്ടിയോ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു മുന്നണിയോ മറ്റ് സംവിധാനങ്ങളോ മാത്രമല്ല, നമ്മളാകെ, നമ്മുടെ കുടുംബമാകെ, നമ്മുടെ സമൂഹമാകെ ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയൂ. ആ അർത്ഥത്തിൽ യോജിച്ച് ആ കാര്യത്തിൽ പോകേണ്ടതുണ്ട്. ഈ നേരത്തെ വലിയ തോതിലുള്ള വിമർശനം കൊട്ടേഷൻ സംഘങ്ങളെയും ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെയും ഒക്കെ CPM-ന്റെ സഹായം എന്നൊക്കെ രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണം CPI-യുടെ പാർട്ടി മുഖപത്രത്തിൽ തന്നെ ലേഖനമായി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു കാര്യം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരു ഭരണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ഓരം ചേർന്നുകൊണ്ട് ഇങ്ങനെ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതാൻ കഴിയുമോ ഇപ്പോഴും? തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ, ഏത് പാർട്ടിയായിരുന്നാലും ഏറെ ജാഗ്രത പാലിക്കപ്പെടേണ്ടതുണ്ട്. അവരെ സംഘടന, അവരെ പ്രവർത്തകർ, അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അതിനെക്കുറിച്ച് നല്ലൊരു നിരീക്ഷണവും, അങ്ങനെ തെറ്റിലേക്ക് പോകുന്നവരെ കണ്ടെത്തുകയാണെങ്കിൽ അവരെ തള്ളിപ്പറയാൻ അതിൻ്റെ ആർജവവും ഉണ്ടാവണം. അങ്ങനെ മാത്രമേ അങ്ങനെയുള്ള ശക്തികളെ തിരുത്താനും അങ്ങനെയുള്ള ശക്തികൾക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ സ്ഥാനമില്ല എന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ബോധ്യപ്പെടുത്താനും കഴിയും. അത് നമ്മുടെ ആത്മാർത്ഥതയിലൂടെ ഒരു പ്രശ്നം കൂടിയാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം വളപട്ടണത്തെ ഒരു CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് MDMA മാരകമായ മയക്കുമരുന്നുമായി പിടിയിലാവുന്ന സാഹചര്യം. ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്കൊക്കെ ഒരു CPM-ന്റെ ഒരാൾ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള സൂക്ഷ്മമായ നിരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ലോക്കൽ കമ്മിറ്റിയിലേക്കൊക്കെ അംഗങ്ങൾ എത്തുന്നത്. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടോ? ആർക്കും മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചുരുങ്ങി പോകുന്നുണ്ടോ? തീർച്ചയായും അതിന് നല്ല ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത് നല്ല നിരീക്ഷണം ആവശ്യമാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം, ചിലപ്പോൾ ബോധപൂർവമാവാം, ചില പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധമുള്ളവർ, മറ്റ് വഴിതെറ്റി പോകുന്നവരൊക്കെ ആ പ്രസ്ഥാനങ്ങളിൽ ബോധപൂർവം കടന്നു കയറുന്ന കാര്യങ്ങൾ പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട് തന്നെ ചാരപ്രവർത്തനം നടക്കുന്നു ചില മേഖലകളിൽ, അല്ലെങ്കിൽ ചില ഒറ്റപ്പെട്ട ആളുകളെ പരാമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനം തിരിച്ചറിയപ്പെടുമ്പോൾ സ്വാഭാവികമായി അതിൽ ജാഗ്രത പാലിക്കണം. ആ ജാഗ്രതയിൽ ഒരു കുറവുണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള ചർച്ചകളും അനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരെ ഒറ്റപ്പെടുത്തുക, പറയുക, അതോടൊപ്പം അവരെ സഹായിക്കാതിരിക്കുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്ന ഒന്നായിരിക്കും. കണ്ണൂരിലെ അന്തരീക്ഷത്തിൽ കുറച്ച് വർഷങ്ങളായി അക്രമാസക്തമായ ഒരു ജില്ല, രാഷ്ട്രീയ പ്രവർത്തനം സ്വൈരമായി നടത്താൻ പറ്റാത്ത, സമാധാനപരമായി നടത്താൻ പറ്റാത്ത ഒരു ജില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിലേറെ വ്യത്യാസം, കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ഭാഗമാവുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഭാഗമാവുന്ന ആ പ്രസ്ഥാനങ്ങൾ തന്നെ അത് തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും CPI അക്രമത്തിൻ്റെ ഭാഗമായി നിന്നിട്ടില്ല. CPI എന്നും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും ആശയപരമായി, ഏത് രാഷ്ട്രീയമാവട്ടെ, ആശയപരമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് സാമൂഹ്യ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം, ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം, ആ വീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് CPI. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറെ ആശങ്കയില്ല അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ ജില്ലയിൽ നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനേതറ്റം വരെയും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. അതോടൊപ്പം നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴാണ് ഇപ്പോൾ CPIയിലേക്ക് CPM-ൽ നിന്നൊക്കെ നേതാക്കൾ വരുന്നുണ്ട്. പക്ഷേ CPIയിലേക്ക് എത്തിപ്പെട്ടാൽ അവരെ ആ മുന്നണി സംവിധാനത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് തളിപ്പറമ്പിലെ കോമത്ത് മുരളീധരനെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ തോതിലുള്ള ഒരു പരാതി മുന്നോട്ടേക്ക് വരികയാണ്. CPM-വുമായി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ CPI? സ്വാഭാവികമായും CPIക്ക് CPIയുടെ രാഷ്ട്രീയവും സംഘടനാ ശൈലിയും രീതികളുമുണ്ട്.
CPI ആരുടെയും അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. 100 വർഷം വാർഷികാഘോഷത്തിൻ്റെ മുന്നിലാണ് CPIയുടെ ഈ സമ്മേളനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. CPI എന്നും ഒഴുക്കിനെതിരെ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. നിലവിലുള്ള അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും നിലവിലുള്ള സാഹചര്യങ്ങൾക്കുമെതിരെ ക്ലേശകരമായ പ്രവർത്തനമാണ് CPI നടത്തിയത്. ആ CPIയുടെ നേതാക്കൾ, പ്രവർത്തകർ ജയിലിൽ പോയിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്, അക്രമം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, കുടുംബം ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ അനുഭവ സമ്പത്തുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ നിർഭയമായാണ് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലയിടത്ത് ചില ചെറിയ തടസ്സങ്ങളുണ്ടാവാം. അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊന്നും കണക്കാക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം ആ അർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ അർത്ഥത്തിലാണ് കാണുന്നത്. അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില കാര്യങ്ങളുണ്ടാവാം. അതൊക്കെ അത്തരം സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും CPM-ഉമായി നേരത്തെ ഉണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങൾ ഇപ്പോഴില്ല എന്ന് തന്നെയാണ് അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന ഒരു വലിയേട്ടൻ മനോഭാവമൊക്കെ CPM മാറ്റി എന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണോ പാർട്ടി പോകുന്നത്? CPI അങ്ങനെ ഒരു വലിയേട്ടനെന്നോ ചെറിയേട്ടനെന്നോ അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. പക്ഷേ CPI പ്രവർത്തിക്കുമ്പോൾ CPIയിലേക്ക് മറ്റ് പാർട്ടികളിൽ, CPM-ൽ നിന്ന് മാത്രമല്ല മറ്റുവിധ പാർട്ടികളിൽ നിന്നും CPIയിലേക്ക് ആളുകൾ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ വരുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഭാഗമാക്കിക്കൊണ്ട് CPI അങ്ങനെ പോകാറുമില്ല. CPIയുടെ രാഷ്ട്രീയവും സംഘടനാപരമായ കാഴ്ചപ്പാടിനും അനുസൃതമായി പ്രവർത്തിക്കുന്ന, LDF രാഷ്ട്രീയത്തിന് അനുസൃതമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ ഘടകങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സംഘടനയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അതിനനുസരിച്ച പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്. ഓരോ മനുഷ്യൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. അതിനനുസരിച്ചുണ്ടാകുന്ന ചില ചെറിയ മാറ്റങ്ങളുണ്ടാവാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഞങ്ങൾ നിർഭയമായാണ് രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ നമ്മുടെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പാർട്ടിയുടെ അംഗബലം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? പ്രത്യേകിച്ച് മറ്റു പാർട്ടികളെ പോലെ എല്ലാവർക്കും മെമ്പർഷിപ്പ് എന്ന രീതി CPIക്ക് ഇല്ല. നിങ്ങൾ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ്, അതിനുശേഷമുള്ള മറ്റ് മെമ്പർഷിപ്പിൻ്റെ പല ഘടകങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൊഴിഞ്ഞുപോക്ക് പാർട്ടികളിൽ, പൊതുവെ എല്ലാ പാർട്ടികളിലും കാണുന്ന ഒരു പ്രവണതയുണ്ട്. അത്തരം കൊഴിഞ്ഞുപോക്കുകൾ CPIയിലുമുണ്ടോ? സ്വാഭാവികമായും CPIയിലെ മെമ്പർഷിപ്പ് പ്രവർത്തനം ഓരോ വർഷവും ചേരുമ്പോഴാണ് നടത്താറുള്ളത്. ആ ഓരോ വർഷവും നടത്തുമ്പോൾ അതത് ഘടകങ്ങളാണ് മേൽക്കമ്മിറ്റിയിലെ സഹാക്കളുടെ സാന്നിധ്യത്തിൽ മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യങ്ങൾ അജണ്ട വെച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി മെമ്പർമാരായവരുടെ പ്രവർത്തനം, മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് ചില ആളുകളെ ഒഴിവാക്കും. ചില ആളുകൾ മറ്റ് ജോലി ആവശ്യാർത്ഥവും മറ്റ് മേഖലകളിലേക്ക് പോകുമ്പോൾ അവരെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അങ്ങനെയും ഒഴിവാക്കും. ഒരു വലിയ ക്യാമ്പയിനായി CPIയുടെ പാർട്ടി മെമ്പർഷിപ്പിനെ ഒരിക്കലും കാണാറില്ല. പക്ഷേ CPI കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഓരോ വർഷവും മെമ്പർഷിപ്പ് പ്രവർത്തനവും കാര്യങ്ങളും നടന്നു കഴിയുമ്പോൾ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാകുന്നു. അതിനനുസരിച്ച് കൂടുതൽ ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നുണ്ട്. പുതിയ മേഖലകളിൽ CPIയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 മാസത്തിനകം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കണ്ണൂരിൽ അർഹതപ്പെട്ട ഒരു പരിഗണന LDFിൽ നിന്നും കിട്ടുന്നുണ്ടോ? ഈ അധ്യക്ഷന്മാരുടെ കാര്യങ്ങളൊക്കെ എടുത്താൽ CPIക്ക് അധ്യക്ഷ സ്ഥാനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും ഭൂരിപക്ഷം കിട്ടിയാൽ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും അടക്കം CPM തന്നെ കൈവശം വെക്കുന്ന ഒരു സമീപനങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു മുന്നണിക്കകത്ത് വലിയ തോതിലുള്ള ചർച്ച ആക്കുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടിക്ക് അർഹതപ്പെട്ട സ്ഥാനം കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേറെ പാർട്ടിയുടെ പ്രാതിനിധ്യം പല മേഖലകളിൽ ഉണ്ടാക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്.
സ്വാഭാവികമായും കണ്ണൂരിലെ LDF എന്ന് പറയുമ്പോൾ CPIM മുഖ്യ പാർട്ടിയാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുണ്ട്. ബ്ലോക്കുകളിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അതുപോലെ കോർപ്പറേഷനുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഈ രീതിയിലുള്ള ആധികാരികമായ സ്ഥാനം വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. അത് അർഹതയുണ്ടോ ഇല്ലേ എന്നുള്ളത് വിലയിരുത്തുന്നതിനേക്കാൾ ഉപരി ഞങ്ങളതിനെ കാണുന്നത് ഞങ്ങളെ പാർട്ടി പ്രവർത്തിക്കുന്ന മേഖലയിൽ കണ്ണൂരിലെ പാർട്ടിയുടെ സ്വാധീനത്തിനും സാധ്യതക്കും അനുസരിച്ചുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, മത്സരിക്കുക, സീറ്റ് നേടുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കുറച്ച് വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും അതിനനുസൃതമായ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതാണ്, മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ കൂടുതൽ സീറ്റുകൾ സ്വാഭാവികമായും ആവശ്യപ്പെടില്ലേ? സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ മേഖലകളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. പാർട്ടി ബ്രാഞ്ചുകൾ രൂപീകരിച്ചിട്ടുണ്ട്, പ്രവർത്തനം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസൃതമായി പാർട്ടിയുടെ സ്വാധീനമുള്ള അല്ലെങ്കിൽ സാന്നിധ്യമുള്ള മേഖലകളിൽ പുതിയ സീറ്റുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ആലോചനകളും ചർച്ചകളും ഭാവി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFുമായി യോജിച്ചുകൊണ്ട് ഉണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം വരുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന ഒരു സീറ്റ്, അത് കണ്ണൂർ ജില്ലയിൽ ജയിക്കാവുന്ന ഒരു സീറ്റ്, അത് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്. അത് പരിഗണിക്കപ്പെടും എന്ന ഒരു വിശ്വാസം CPIക്കുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ചർച്ചകളും മറ്റു കാര്യങ്ങളും സംസ്ഥാന തലത്തിലാണ് നടക്കുന്നത്. പഴയ കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു, മഞ്ചേശ്വരവും അതുപോലെ തന്നെ ഓസ്തൂർക്കും. അത് കാസർഗോഡ് ജില്ലയായി പോയപ്പോൾ ആ 2 സീറ്റും കാസർഗോഡ് ജില്ലയിലേക്ക് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു മുമ്പ് മട്ടന്നൂരും അതുപോലുള്ള മേഖലകളിലും പാർട്ടി ബാലറാം ഉൾപ്പെടെയുള്ള സഹാക്കൾ MLA ആയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു കാതലായ ഒരു ചർച്ച സംസ്ഥാന തലത്തിലാണ് നടക്കേണ്ടത്. ഏത് ജില്ലകളിൽ എവിടെ മത്സരിക്കണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു മുന്നണി സംവിധാനം വരുമ്പോൾ ചില നീക്കുപോക്കുകൾ ആവശ്യമാണ്. ഇടക്കാലത്ത് ഇരിക്കൂർ മണ്ഡലത്തിൽ CPI മത്സരിച്ചിട്ടുണ്ട്, 2 ഘട്ടങ്ങളിൽ മത്സരിച്ചു. പിന്നീട് LDFിലേക്ക് കേരള കോൺഗ്രസ് മാണി വന്ന സാഹചര്യത്തിൽ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ ആ സീറ്റ് LDFന് വിട്ടുകൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ മുന്നണി മാറ്റത്തിൽ, മുന്നണി സംവിധാനത്തിൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങളുണ്ടാവും. സ്വാഭാവികമായും അത് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലാണ് തീരുമാനിക്കുക. എന്തായാലും CPI ജില്ലാ കമ്മിറ്റിയുടെ ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ, അത് മുന്നോട്ട് വെക്കും. അല്ല, ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം എന്നുള്ളതിലുപരിയായി ഒരു പാർട്ടിക്ക് ഇപ്പം MLA ഇല്ലാത്ത അല്ലെങ്കിൽ മത്സരിക്കാത്ത ജില്ലകൾ ഈ കേരളത്തിൽ വേറെയുമുണ്ട്. എന്നാൽ കൂടുതൽ മത്സരിക്കുന്ന ജില്ലകൾ എന്ന് പറയാൻ പറ്റില്ല. പാർട്ടിയുടെ സ്വാധീനം അനുസരിച്ചുകൊണ്ട് മുന്നണിക്കകത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായും കേരളത്തിലെ എല്ലാ ജില്ലകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട്, അടിത്തറയുണ്ട്. ജയിച്ചു വരാനുള്ള ഒരു മുന്നണി സംവിധാനം എന്നുള്ള നിലയിലും സാഹചര്യമുണ്ട്. തീർച്ചയായും ഭാവിയിൽ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടേണ്ടതാണ്. അല്ല, ഇരിക്കൂറിന് പകരം ഒരു സീറ്റ്, അതൊരു ന്യായമായ ആവശ്യമല്ലേ? ശരിക്കും ആവശ്യം ന്യായമാണെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുന്നു എന്ന് വരുന്നത് നിലവിലുള്ള ഈ ജില്ലയിലെ തന്നെ മറ്റ് സീറ്റുകളിൽ മുന്നണിയുടെ മറ്റ് പാർട്ടികൾ മത്സരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു പുതിയ പാർട്ടി വരുമ്പോൾ ആ മുന്നണിക്കൊരു സീറ്റ് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഒരു സംസ്ഥാന തലത്തിൽ പാർട്ടി കുറച്ച് സീറ്റ് നിലവിലുള്ളതിൽ നിന്ന് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് സംസ്ഥാനതല ആലോചനയുടെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തിലെത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലാണ് ആ തീരുമാനം കൈക്കൊള്ളുക. സ്വാഭാവികമായും കണ്ണൂരിലും CPI സംബന്ധിച്ചിടത്തോളം
മത്സരിക്കേണ്ടതുണ്ട്, പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ആഗ്രഹം പാർട്ടി സഖാക്കൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ടാകും എന്നാണ്, ജനങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം LDF സർക്കാർ, മൂന്നാം പിണറായി സർക്കാർ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ അന്തരീക്ഷത്തിൽ വലിയ രീതിയിൽ CPM ഉയർത്തുന്നുണ്ട്. മൂന്നാം LDF സർക്കാരിന് സാധ്യതകൾ തെളിഞ്ഞു തന്നെയാണോ, അല്ല ഒരു ഭരണവിരുദ്ധ വികാരം അലയടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്? ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഭരണ തുടർച്ച ഇനിയും ഉണ്ടാകുമോ? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കാണുന്നത്, തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കും. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവൺമെൻറ്റിൽ പങ്കാളിയായ ഒരു പാർട്ടി CPI ആയിരിക്കും. ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കേരളത്തിലെ പൊതുവെയുള്ള ഒരു ജനങ്ങളുടെ അനുഭവവും വികാരവും ഒക്കെ ഒരു ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നത് UDFൽ നിന്ന് വ്യത്യസ്തമാണ് LDF എന്നുള്ളതാണ്. UDFൻ്റെ ഭരണ അനുഭവം, ആ UDFന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കോൺഗ്രസിനകത്തുള്ള നേതൃത്വം തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഒക്കെ എല്ലാ ദിവസവും നാം ചർച്ചകളിലൂടെ കാണുന്നൊരു കാര്യമാണ്. ഒരു കെട്ടുറപ്പുള്ള മുന്നണി എന്നുള്ള നിലയിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണിക്കപ്പുറത്തേക്ക് ജനവികാരത്തെ മാനിക്കുന്ന, ഒരു പൊതുസമൂഹത്തെ മാനിക്കുന്ന ഒരു വികസന പ്രക്രിയക്ക് മുന്നേറ്റത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി LDF തന്നെയാണ്. UDF ഒരുപക്ഷെ അഴിമതി നടത്തിയാൽ ജനങ്ങൾ ചിലപ്പോൾ അതും ചർച്ച ചെയ്യാം, LDF അഴിമതി നടത്തിയാലും ചർച്ച ചെയ്യാം. പക്ഷേ LDFൻ്റെ അഴിമതി ജനങ്ങൾ പൊറുക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൻ്റെ അഴിമതിയും ജനങ്ങൾ പൊറുക്കില്ല. അത് ജനങ്ങളുടെ ഒരു പാർട്ടിയുമായുള്ള അവരുടെ നിരീക്ഷണത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അതുപോലെ കേരളീയ സമൂഹത്തിൻ്റെ അനുഭവത്തിൽ തീർച്ചയായും ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പകപോക്കൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയ അജണ്ട, UDFും BJPയും മാറിയും തെളിഞ്ഞും LDFനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ക്യാമ്പയിൻ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികൂല സാഹചര്യത്തിൽ ദുരിതത്തോടൊപ്പം പ്രളയത്തിലും എല്ലാം ജനങ്ങളോടൊപ്പം നിന്ന ഒരു മുന്നണി സംവിധാനം ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയാണ്, കേരളത്തിലെ ഈ ഗവൺമെൻറ്റാണ്. ആ അനുഭവത്തിൽ സ്വാഭാവികമായും ഈ ഗവൺമെൻറ്, ഈ മുന്നണി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇനിയും വരണം എന്ന് തന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൻ്റെ മനസ്സ് നോക്കിക്കാണുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. ഈ കേരള കോൺഗ്രസ് M മുന്നണിയിലേക്ക് വരാനുള്ള ചർച്ചകളൊക്കെ വരുന്ന ഘട്ടത്തിൽ CPI ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ 4 വർഷത്തിന് ശേഷം അത്തരം സംശയങ്ങൾ വീണ്ടും സജീവമായി നിലനിൽക്കുന്ന രീതിയിൽ ഈ കേരള കോൺഗ്രസ് Mന് ഒരു ചാഞ്ചാട്ടം വരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, പ്രത്യേക നിയമസഭാ സമ്മേളനം ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഒരു വേറിട്ടമായ ഒരു ശബ്ദം കേരള കോൺഗ്രസ് Mൽ നിന്നും വരുന്നതായി കാണുന്നുണ്ട്. CPI പ്രകടിപ്പിച്ച ആശങ്കകളൊക്കെ ശരിയാണ് എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒന്ന്, ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭത്തിൽ ആ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രകടിപ്പിക്കാറുണ്ട്. സ്വാഭാവികമായും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്ക് സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയാനും നയങ്ങൾ രൂപീകരിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. തീർച്ചയായും ഏത് പാർട്ടിയായിരുന്നാലും അവരുടെ നിലപാട്, അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ ആ മുന്നണി സംവിധാനത്തിൻ്റെ ആലോചനകളുടെയും അർത്ഥത്തിൻ്റെയും ഭാഗമായി ഇരുന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനനുസൃതമായി പോകുക എന്നുള്ളതാണ് ഒരു മുന്നണിക്കകത്തുള്ള പാർട്ടികളുടെ ഉത്തരവാദിത്വം. ഈ കേരള കോൺഗ്രസ് M ഏതെങ്കിലും ഘട്ടത്തിൽ മുന്നണി വിട്ടുപോയാൽ അതൊരു തുടർഭരണത്തിന് ഏതെങ്കിലും തരത്തിൽ, മൂന്നാം സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഒരു വിഘാതമായി മാറാൻ സാധ്യതയുണ്ടോ? ഇന്ന് ഈ മുന്നണിക്കകത്ത് 11ഓളം പാർട്ടികളുണ്ട്.
ഈ 11 പാർട്ടികളില്ലാതെ 6 പാർട്ടികൾ മാത്രമുള്ള സന്ദർഭത്തിലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു ഗവൺമെൻറ്, ഒരു മുന്നണി സംവിധാനത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഗവൺമെൻറ് വരുന്ന സാഹചര്യത്തിൽ ഒരു പാർട്ടി അകത്തോ പുറത്തോ അല്ലെ വിട്ടുപോകുകയോ കൂടിച്ചേരുകയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ഈ കേരള കോൺഗ്രസ് വന്നതുകൊണ്ടാണോ തുടർഭരണം ഉണ്ടായത് കേരളത്തിൽ? അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ്, നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ദുരിതപൂർണമായ ആ അനുഭവം, പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ, അതിൻ്റെ അനുഭവം, അത് വിലയിരുത്തിക്കൊണ്ട് വീണ്ടും LDF സർക്കാർ വന്നു. അതിൽ മുന്നണികൾ, പാർട്ടികൾ കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഗുണം മുന്നണികൾക്കുണ്ടാവാം. സ്വാഭാവികമായും ഈ കേരളം ഇപ്പോഴും ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ വിമർശന മുന എന്ന് പറയുന്നത് പിണറായി വിജയനിലേക്കാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നിന്ന് മാറി പോയി എന്നുള്ള ഒരു വിമർശനമാണ് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത്. CPIയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? പിണറായിക്ക് ഏതെങ്കിലും തരത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ? ഒന്ന്, ഒരു ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിമാർ പല ഘട്ടങ്ങളിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ അനുഭവത്തിൽ അവരെ നല്ലവരായി ഒരു കാലത്തും മാധ്യമങ്ങൾ വാഴ്ത്തിയിട്ടുമില്ല. സഖാവ് C. അച്യുതമേനോൻ്റെ തന്നെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭരണത്തിലുള്ള ഒരു പാർട്ടിയെ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഒരു നേതാവിനെതിരെയുള്ള വിമർശനങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമായിട്ടേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് അഭിപ്രായം. ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചയാകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഈ സമയമാറ്റത്തിൽ ഇനിയൊരു ചർച്ചയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി മർക്കസിൽ എത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ചയൊക്കെ നടത്തി നമുക്ക് വീണ്ടും സംസാരിക്കാം എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മത മേലധ്യക്ഷന്മാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അത്തരം സംവിധാനങ്ങളുമായി ഒരു ഒരു ചർച്ച നടത്തുക, അത്തരം കാര്യങ്ങളൊക്കെ ഭൂഷണമാണോ CPM, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന്? ആ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടേ? അല്ല, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ സ്വാഭാവികമായി ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ, പ്രഖ്യാപനങ്ങൾ, അതിനനുകൂലവും എതിരുമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഇത്തരം അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ ആശങ്കകൾ അകറ്റാൻ ഉത്തരവാദിത്വപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യത തന്നെയാണ്. സ്വാഭാവികമായും അത്തരം ആശങ്കകൾ അകറ്റാം. പക്ഷേ മൗലികവാദികളോടോ വർഗീയവാദികളോടോ സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം ഒരിക്കലും ഒരു ഭരണാധികാരികൾക്ക് ഉണ്ടായിക്കൂടാ, ഒരു ഗവൺമെൻറ്റിനും ഉണ്ടായിക്കൂടാ. അത് മറ്റു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെയാണ് ഈ ഒരു മധ്യവിഭാഗം ഈ സർക്കാരിൽ അമിതമായ ഒരു സ്വാധീനം ചെലുത്തുന്ന. അങ്ങനെ നോക്കുമ്പോൾ പാവപ്പെട്ട, എപ്പോഴും സർക്കാരിന് നമ്മുടെ LDFന് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു അവമതിപ്പുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ? സ്വാഭാവികമായും ഇന്നത്തെ ഒരു പൊതുസമൂഹത്തിൽ ഒരു മധ്യവർഗ വിഭാഗം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഈ പുതിയ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാണ്. പാവപ്പെട്ടവനും പണക്കാരനും ഇടയിൽ വളർന്നു വരുന്ന ആ പൊതുസമൂഹത്തിലെ മധ്യ വിഭാഗം ചിലപ്പം പല രീതികളിലുള്ള സ്വാധീനമുണ്ടാക്കി അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ മുന്നോട്ട് പോകും. പക്ഷേ കൂടുതൽ ജാഗ്രതയോടുകൂടി ഭരിക്കുന്ന ഗവൺമെൻറ്, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, മുന്നണി ആ കാര്യങ്ങളെക്കുറിച്ച് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്
പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി, നമ്മൾ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ നടന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ, ആ സമയത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഈ സംഭവങ്ങൾ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? വലിയ തോതിലുള്ള ഒരു അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആ സംഭവങ്ങളൊക്കെ വളർന്ന് പോയ ഒരു കാര്യം കൂടിയാണല്ലോ. ആ വിഷയത്തെ പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തിയിരുന്നത്? ആ സംഭവം ഉണ്ടായ അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ജില്ലാ കൗൺസിൽ ഒരു പത്രക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തണം എന്നായിരുന്നു അതിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ ഒരു നിലപാട് എന്ന് നമ്മൾ ആവർത്തിച്ചതാണ്. സ്വാഭാവികമായും ആ നിലപാട് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. അത് നമ്മളെപ്പോലെ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ ഉണ്ടായിക്കൂടാത്ത ഒരു കാര്യം കൂടിയായിരുന്നു. PP ദിവ്യ അത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത് ശരിയായില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് CPIയുടെ വിലയിരുത്തൽ. അന്ന് അത് സംബന്ധിച്ചിട്ടൊരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കി തന്നിരുന്നു. അത് അവിടെ അവസാനിച്ച ഒരു കാര്യം കൂടിയാണ്. അതിൽ PP ദിവ്യക്ക് അതിൽ കാര്യമായ ഒരു പെശക് പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായ VK സുരേഷ് ബാബു ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് പാർട്ടി നിലപാടാണോ ശരിക്കും? പാർട്ടിയുടെ നിലപാട് അന്ന് പാർട്ടി പറഞ്ഞത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അദ്ദേഹം എന്ത് രീതിയിലാണ് അത് പറഞ്ഞത് എന്നറിയില്ല. അക്കാര്യത്തെക്കുറിച്ച് അത് പാർട്ടി തിരുത്തിയിരുന്നു, അത് പാർട്ടി അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചിരുന്നു. പാർട്ടിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉൾപ്പെടെയുള്ള പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തു. പാർട്ടിയുടെ നിലപാട് പാർട്ടി അന്ന് പറഞ്ഞത് തന്നെയാണ് എന്ന് പാർട്ടി ഘടകം വീണ്ടും ആവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഈ CPIയുടെ ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു സർവീസ് സംഘടനയാണല്ലോ ജോയിൻറ്റ് കൗൺസിൽ. ജോയിൻറ്റ് കൗൺസിലിന് പണം നൽകി, ഇവിടെ നിന്ന് വാങ്ങി അപ്പുറത്തേക്ക് ജോയിൻറ്റ് കൗൺസിലിന് പണം നൽകി എന്നുള്ള രീതിയിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ വന്നിരുന്നു. ജോയിൻറ്റ് കൗൺസിൽ തന്നെ അത് തള്ളുകയും ചെയ്തിരുന്നു. പാർട്ടി അക്കാര്യം ജോയിൻറ്റ് കൗൺസിലിനോട് സംസാരിച്ചിരുന്നു. സ്വാഭാവികമായും അതുപോലുള്ളൊരു വിഷയത്തിൽ അങ്ങനെ പണം നൽകിയെങ്കിൽ ആ നൽകിയ ആൾ തന്നെ വ്യക്തമാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വം, സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട്. കൊടുത്തു എന്ന് പറയുന്ന ആൾ അത് കൊടുത്തു എന്ന് പറഞ്ഞതായി എവിടെയും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് വെറും ആക്ഷേപമാണ് എന്നുള്ളത് മാത്രമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. CPIയെ വേറിട്ട പാർട്ടി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് CP സന്തോഷ് കുമാറിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. സർക്കാർ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് CPI. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വിഭാഗത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് CPIയുടെ എക്കാലത്തെയും ആവശ്യം. ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി CPI നിൽക്കുന്നതും അത്തരം അടിസ്ഥാന വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൻ്റെ പിൻമുറത്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മാവേലി സ്റ്റോറുകളുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ. അത്തരം പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടാകുമ്പോൾ അത് തുറന്നു പറയാനും അത് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ചയാക്കാനും മുന്നണി യോഗത്തിൽ വ്യക്തമാക്കാനുമുള്ള കെൽപ്പ് എന്നും CPIയുടെ നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ മുന്നണി എന്ന നിലയിലേക്ക് കേരളത്തിലെ മുന്നണി സംവിധാനത്തെ മാറ്റാൻ എന്നും CPI മുന്നിൽ നിന്നിട്ടുണ്ട്. വ്യതിയാനങ്ങൾ ഏത് ഭാഗത്ത് കണ്ടാലും അതിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്താൻ എന്നും CPI നേതാക്കൾ തയ്യാറായിട്ടുമുണ്ട്. അപ്പോഴൊക്കെയാണ് UDF CPIയെ UDFിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുള്ളത്. അന്നൊക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അതിൻ്റെ നേതാക്കൾ ഒരു കാര്യം വ്യക്തമാക്കാറുണ്ട്: CPI എന്നും ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. നിങ്ങൾ അത്തരം സ്വപ്നങ്ങൾ കാണേണ്ട എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും CPI
ഒരു തിരുത്തൽ ശക്തിയായി കേരള രാഷ്ട്രീയത്തിൽ എന്നും നിലനിൽക്കണം. അവർ അതിശക്തമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത്. CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാറാണ് ക്വസ്റ്റ്യൻ അവറിൽ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ വിശദമായി മറുപടി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CPI ഉള്ളത്. അതിനുള്ള പ്രവർത്തനത്തിൽ അവരും ഇപ്പോൾ മുഴുകി നിൽക്കുകയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.